ഹലോ, നിങ്ങളെല്ലാവരും എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് തന്നെ വാല്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിന്ന് തുടങ്ങാൻ പോകുന്ന അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷനാണ്. പക്ഷേ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്ന ലെജൻഡർ പോളിനോമിയലിൻ്റെ പ്ലോട്ടുകളാണ്. P1 P2 അതൊക്കെ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലെജൻഡർ പോളിനോമിയലിൻ്റെ പ്ലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ അറിയാം, എല്ലാം ഒരു വേവ് പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം പഠിക്കാനെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സൊല്യൂഷനായിട്ട് കിട്ടുന്ന വേവ് ഫംഗ്ഷനിലൊരു പാർട്ടാണ് ഈ ലെജൻഡർ പോളിനോമിയൽ. ഓക്കെ, അത് ഇപ്പോൾ കാണുന്ന ഒരു ഹൈഡ്രജൻ ആറ്റം ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. അപ്പോൾ -2m del square psi plus v psi is equal to e psi. ഒരു ആംഗുലർ പാർട്ടും ഉണ്ട്, റേഡിയൽ പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വേവ് ഫംഗ്ഷനെ, ഇതിൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്ന വേവ് ഫംഗ്ഷനെ എനിക്ക് psi of r theta phi എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. അതിനെ ഒരു റേഡിയൽ പാർട്ട് r of r ആൻഡ് ആംഗുലർ പാർട്ട് psi of r എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റേഡിയൽ പാർട്ടും ആംഗുലർ പാർട്ടും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അടുത്ത രണ്ട് ലൈനിൽ കാണുന്നത്. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ പാർട്ട്, സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ പാർട്ട്. ഓക്കെ, അപ്പോൾ റേഡിയൽ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൈനിൽ r of r ഈക്വൽ ടു r of r ഇൻ്റെ ഒരു ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയേക്കുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കാണാം. ഓക്കെ, അതെന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്താണ്. അപ്പോൾ റേഡിയൽ പാർട്ടിൻ്റെ അകത്താണ് നമ്മുടെ അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്, അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയലൊക്കെ വരുന്നത്. അത് ഇപ്പോൾ ആദ്യം നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ക്വാണ്ടിസേഷൻ കാണുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ് എൽ. അപ്പോൾ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്വാണ്ടം നമ്പർ എം ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിന് -L തൊട്ട് +L വരെ ആ ക്വാണ്ടം നമ്പറിന് വാല്യൂ എടുക്കാം എന്നാണ് നമുക്കറിയാം. ഓക്കെ, -L തൊട്ട് +L വരെ ക്വാണ്ടം നമ്പർ എമ്മിന് വാല്യൂ എടുക്കാം. പക്ഷേ എന്തുകൊണ്ട് -L തൊട്ട് +L വരെ ഒരു ലിമിറ്റ് വന്നു? ഓക്കെ, എന്തുകൊണ്ട് അത് കൂടിയ ഒരു വാല്യൂ പറ്റത്തില്ല എന്നത് നമുക്ക് അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വഴി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അകത്ത് കാണുന്ന ക്വാണ്ടം മെക്കാനിക്സിനകത്ത് നമ്മൾ ആദ്യമേ ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിൽ ഉണ്ടാക്കിയെടുക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ, ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ വെച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി അതിനെ എങ്ങനെ സോൾവ് ചെയ്യുമെന്നാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ കാണുന്നത്. ഏത് മെത്തേഡ് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ അതിനുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓർത്തോഗണാലിറ്റി അല്ലെങ്കിൽ ആ പറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ മാത്തമാറ്റിക്കൽ രീതി കാണുന്നതാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ ലെജൻഡർ പോളിനോമിയൽ കണ്ടു. അതിൻ്റെ കുറച്ചും കൂടെ ഓക്കെ, അതിന് കുറച്ച് മോഡിഫൈഡ് വേർഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കാര്യങ്ങൾ അഡീഷണലായിട്ട് പറയുന്ന ഒരു പോളിനോമിയലാണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ. ഓക്കെ, ഇത് നമ്മൾ മുമ്പേ കണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷനായിട്ട് വരുന്ന വേവ് ഫംഗ്ഷനാണ്. r θ φ എന്ന് പറഞ്ഞ ടേംസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന ടേമാണ് റേഡിയൽ കമ്പോണൻറ്റ്. ആംഗുലർ കമ്പോണൻറ്റ് കൊണ്ട് റേഡിയൽ കമ്പോണൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് റേഡിയൽ കമ്പോണൻറ്റാണ് ഈ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അതിൻ്റെ L⁻²L +1 ഓക്കെ, ആ ടൈമാണ് നമ്മുടെ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ. അപ്പോൾ നിങ്ങൾ കാണുന്നത് NLM കോണ്ടാക്ട് നമ്പർ വാല്യൂ അനുസരിച്ച് ഡിഫറെൻറ്റ് ഷേപ്പ് ഓർബിറ്റൽസ് ഡിഫറെൻറ്റ് ഷേപ്പ് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇത് ക്വാണ്ടൈസ്ഡ് ആയി, എന്തുകൊണ്ട് ഇത് ഡിഫറെൻറ്റ് ഷേപ്പ് എടുക്കുന്നു എന്നും ലെജൻഡർ പോളിനോമിയൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഇതുമായിട്ട് എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലത് പഠിക്കാൻ. പിന്നെ അർഫ്ഖാൻ്റെ ബുക്കിൻ്റെ അകത്ത് ഇതിൻ്റെ കുറേ ഫിസിക്കൽ പ്രോബ്ലംസ് കിടപ്പുണ്ട്, അതും കൂടെ നോക്കുക. ബുക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽസ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അത് ക്വാണ്ടിസേഷൻ ഓഫ് ആംഗുലർ മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ആ വേവ് ഫംഗ്ഷനെ
റേഡിയൽ പാർട്ടും ആംഗുലർ പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു, നിങ്ങൾ ചിലപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ ഒരു ഫോമാണ് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ആംഗുലർ പാർട്ട് ഇൻറ്റു PML. ഓക്കെ, ഇതാണ് നമ്മുടെ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ അതിനും ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലിന് എമ്മിന് -L തൊട്ട് +L വരെ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമ്മളിനി കാണും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. പിന്നെ സ്പെറിക്കൽ ഹാർമോണിക്സ്, ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം, ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്സ് കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പഴയ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ, ഓക്കെ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം, 1 - x² d²y/dx² - 2x dy/dx + n + 1 y = 0. ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് y. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ലെജൻഡർ പോളിനോമിയൽ Pn(x). ലെജൻഡർ പോളിനോമിയൽ Pn(x) ആണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൈഡ് സ്ഥാനത്ത് എനിക്ക് Pn(x) എഴുതാമല്ലോ. ഓക്കെ, ഞാനത് മാറ്റി എഴുതിയേക്കുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനി ഞാനിതിനെ m ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ യൂസിങ് ലെയ്ബ്നിറ്റ്സ് തിയറം. ലെയ്ബ്നിറ്റ്സ് തിയറം നിങ്ങൾക്കറിയാം, ഒരു ഡെറിവേറ്റീവ് ഒരു n ടൈം ഡെറിവേറ്റീവ് എടുക്കണം. ഒരു u × v എന്ന് പറഞ്ഞ ഒരു ടൈമിൻ്റെ n ടൈം ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത് ഡെറിവേറ്റീവ് u × v പ്ലസ് nc1 × n-1 ഡെറിവേറ്റീവ് of u × ഫസ്റ്റ് ഡെറിവേറ്റീവ് of v പ്ലസ് nc2 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്രോസസ്സാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ u × v എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ u എന്നും ഇതിനെ v എന്നും വിളിച്ചു. ഓക്കെ, അപ്പോൾ ഓക്കെ, mth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു, ഓക്കെ, അപ്പം ഈ ടേമിൻ്റെ എക്സ്പാൻഷനാണ് പറയുന്നത്. mth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു v, ഓക്കെ, v അതുപോലെ തന്നെ കിട്ടും, പ്ലസ് mc1, ഓക്കെ, mc1 ഇൻറ്റു n-1 ഡെറിവേറ്റീവ് ഓഫ് u. എന്തുകൊണ്ട് m+2 എന്നാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഓൾറെഡി d²/dx² ഫോർമാറ്റിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ m ടൈംസ് ഡെറിവേറ്റീവ് കൂടെ എടുത്തു. ഇവിടെ ഇതിനെ u എന്നും, സോറി ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ മുമ്പേ അടുത്ത സെറ്റിലാണ് കാണുന്നത്. ഓക്കെ, ആദ്യമേ ഇതിൻ്റെ എക്സ്പാൻഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ u എന്ന് വിളിച്ചു, v എന്ന് വിളിച്ചു. ഫസ്റ്റ് mth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു v പ്ലസ് mc1 ഇൻറ്റു m-1 ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് v, അപ്പോൾ അത് -2x വരും, പ്ലസ് mc2 ഇൻറ്റു m-2 ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് v. അപ്പോഴത്തേനും -2x ഡെറിവേറ്റീവ് എടുക്കുന്നതിന് -2 വരും, ഈക്വൽ ടു. അത് നമ്മുടെ ഇനി നമുക്ക് എടുക്കാൻ ടേംസ് ഇല്ല. mc3 എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ അടുത്ത് വരുമ്പോൾ തേർഡ് ഡെറിവേറ്റീവ് ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരും അടുത്ത ടൈമിൽ. അപ്പോൾ -1 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ആ ടൈം ഇനി ഈ സീരീസിൽ വേറെ ടേംസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമിൻ്റെ എക്സ്പാൻഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് ടൈമിൻ്റെ എക്സ്പാൻഷൻ. ഇതിനെ u എന്ന് വിളിച്ചു, ഇതിനെ v എന്ന് വിളിച്ചു. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് mth ഡെറിവേറ്റീവ് ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം അതുപോലെ തന്നെ എഴുതി, പ്ലസ് mc1 ഇൻറ്റു m-1 ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു സെക്കൻഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് v. ഫസ്റ്റ് ഡെറിവേറ്റീവ് v എന്ന് പറയുന്നത് -2x ഡെറിവേറ്റീവ്, അപ്പോൾ 2 പ്ലസ്. ഓക്കെ, അപ്പോൾ ഈ ടേമിന് ഇനിയും കൂടുതൽ എക്സ്പാൻഷൻ ഇല്ല, കാരണം അടുത്ത ടേം വരുമ്പോഴത്തേനും 2 ഡെറിവേറ്റീവ് വരും, 2 ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോൾ അടുത്തത് പ്ലസ്
n ഇൻറ്റു n പ്ലസ് വൺ. ഇതിനെ ലെവൻസ് തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം n ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു 0. ഇനി നോക്കാം, ഇനി നമ്മൾ ഇതിൻ്റെ സെയിം പവർ ഡെറിവേറ്റീവ് ഉള്ള ടേംസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് dm+2 പവറുള്ള ഡെറിവേറ്റീവ് ഉള്ള ടേംസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തു. ഇപ്പോൾ ഇത് ഒരു ടേമേ ഉള്ളൂ, അത് അതുപോലെ തന്നെ എഴുതി മൈനസ് dm+1 ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന എല്ലാം ഗ്രൂപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ MC1 എന്ന് പറഞ്ഞാൽ m ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m-1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും ഈക്വൽ ടു m എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ MC1 എന്ന് പറഞ്ഞാൽ m, ഇവിടെ m ഇൻറ്റു ഒരു m ഇൻറ്റു -2x ആണ്, അല്ല -2xm ആണ് ഇവിടെ dm+1ൻ്റെ കോഎഫിഷ്യൻറ്റ്. dm+1ൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു 2x ആണ് ഇവിടെ കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു -2xm ഉണ്ട്, ഇവിടെ ഒരു -2x ഉണ്ട്. അപ്പോൾ അതിനെ രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും -2x ഇൻറ്റു m+1. ഓക്കെ, ഇവിടുത്തെ -2xും ഇവിടുത്തെ -2xm ഗ്രൂപ്പ് ചെയ്ത് -2x ഇൻറ്റു m+1 m+1ൻ്റെ ഡെറിവേറ്റീവ് ഓഫ് Pn. ഓക്കെ, പ്ലസ് ഇവിടെ നോക്കുക, ഇവിടെ MC2 ആണ്. MC2 എന്ന് പറഞ്ഞാൽ m ഇൻറ്റു m-1 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ആ 2 ഇവിടെ ഒരു -2 ഉണ്ട്, ഒരു മൈനസ്, അത് ക്യാൻസൽ ചെയ്ത് പോയി. m ഇൻറ്റു m-1 ആണ് ഇവിടുത്തെ d⁻². ഇനി അടുത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് d⁻m ഡെറിവേറ്റീവ് ഓഫ് Pnൻ്റെ ഡെറിവേറ്റീവിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ്. അപ്പോൾ ഇവിടെ ഒരു -m ഇൻറ്റു m-1 വന്നു. ഇവിടെ എന്തൊരു, ഇവിടെ ഒരു 2 ഇൻറ്റു MC1 എന്താണെന്ന് കണ്ടായിരുന്നു, m ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 2m വരും, ഇവിടെ ഒരു -2m വരും, ഈ മൈനസ് അകത്തോട്ട് എടുത്താൽ. ഇനി നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പോകണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ m കോമൺ ആയിട്ട് എടുക്കുക. ഈ രണ്ട് ടേംസിൽ നിന്നും m കോമൺ ആയിട്ട് എടുക്കുക. m കോമൺ ആയിട്ട് എടുത്താൽ, അല്ല -m കോമൺ ആയിട്ട് എടുക്കുക. -m കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ m-1 വരും, ഇവിടെ ഒരു -2 ഉണ്ട്, സോറി ഇവിടെ ഒരു 2 ഉണ്ട്, കാരണം നമ്മൾ -m ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ +2 വരും, അപ്പോൾ -m ഇൻറ്റു m+1. ഓക്കെ, അപ്പോൾ ഇവിടെ d⁻m ഡെറിവേറ്റീവ് ഓഫ് Pnൻ്റെ കോഎഫിഷ്യൻസ് രണ്ടും ഇവിടെ n ഇൻറ്റു n+1 ഉണ്ട്, -m ഇൻറ്റു m+1 ഉണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ കിട്ടിയ ഇക്വേഷൻ. അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. u ഈക്വൽ ടു d⁻m ഡെറിവേറ്റീവ് ഓഫ് Pn ഓഫ് എക്സ്. u ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് Pn ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഇനി അതിനെ ഞാൻ ഓക്കെ, അപ്പോൾ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. m ഡെറിവേറ്റീവ് Pn ഓഫ് എക്സ് ആണ് u. അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷൻ എങ്ങനെ വരും, u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 - x² d² ബൈ dx² -2x ഇൻറ്റു അതിനടുത്ത് u വന്നു. ഓക്കെ, ഈക്വൽ ടു 0. അടുത്ത് ഞാൻ വേറൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വേറൊരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, v. ഓക്കെ, v എന്ന് പറഞ്ഞാൽ -1 - x² റേസ് ടു m/2 u ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ u ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം, m ഡെറിവേറ്റീവ് ഓഫ് Pn ഓഫ് എക്സ്. ഇനി ഇപ്പോൾ യുവിൻ്റെ ടേംസ്, യുവിനെ ഞാൻ വിയുടെ ടേംസിലോട്ട് മാറ്റി. ഓക്കെ, യുവിനെ വിയുടെ ടേംസിലോട്ട് മാറ്റി, യുവിനെ വിയുടെ ടേംസിലോട്ട് മാറ്റണമെങ്കിൽ ഇയാൾ എടുത്തപ്പുറത്തിട്ടാൽ പറയാം. ഓക്കെ, അപ്പോൾ v ഓഫ് എക്സ് ഇൻറ്റു 1 - x² റേസ് ടു -m/2. ഓക്കെ, ഇനി ഇതിനെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ്, ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ ഇക്വേഷൻ 1ൻ്റെ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. d² വേണം, du വേണം, ഓക്കെ, u ഉണ്ട് കയ്യിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് v. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി du/dx എടുക്കും. du/dx എടുക്കാൻ വേണ്ടി ആദ്യമേ ഡെറിവേറ്റീവ് ഓഫ് ഇത് വിയുടെ ഡെറിവേറ്റീവ് പ്ലസ് ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റു dy/dx ഇൻറ്റു 1 - x² റേസ് ടു -m/2 എന്ന് വരും. അപ്പോൾ അതിന് ഞാൻ കോമൺ ആയിട്ട് എടുത്ത് പുറത്തിട്ടു. ഓക്കെ, അടുത്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ്
മൈനസ് എം ബൈ ടു ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എം ബൈ ടു മൈനസ് 1 വരും. അപ്പം -1 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു -1നെ ഞാൻ ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടു. ഓക്കെ, ഈ 2x ഡെറിവേറ്റീവ് വരും. അപ്പോൾ അവിടെ ഒരു ഇൻറ്റു ഒരു -2x കൂടെ വരും. അപ്പോൾ ഈ ടു ഈ മൈനസ് ക്യാൻസലായി പോയി. അപ്പോൾ എം എക്സ് വി അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ എം എക്സ് വി ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, ഈ മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എം ബൈ ടു എന്ന് പറയുന്ന ടൈം എടുത്ത് പുറത്തോട്ടു. അപ്പോൾ ഇങ്ങനെ ഫോർമാറ്റ് കിട്ടി. എനിക്ക് ഡി യു ബൈ ഡി എക്സ് മാത്രം പോരാ, ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയറും വേണം. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. രണ്ടും ഒക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ മുമ്പേ കണ്ട ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടില്ലായിരുന്നു. ആ ഇക്വേഷൻ്റെ അകത്ത് ഞാൻ ആ യുവും ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയറും ഓക്കെ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷനാണ് അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽസ്. നമ്മൾ മുമ്പേ കണ്ട ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ലെജൻഡർ പോളിനോമിയൽ എന്ന് പറയുന്നത് പോലെ അസോസിയേറ്റഡ് ഡിഫറൻഷ്യൽ ലെജൻഡർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വി അല്ലേ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണ്ട. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ റേസ് ടു എം ബൈ ടു എംത് ഡെറിവേറ്റീവ് പി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞായിരുന്നു മുമ്പേ. അപ്പോൾ അതിനെ നമ്മൾ പി എം എൻ ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, മുമ്പേ നമ്മൾ ലെജൻഡർ പോളിനോമിയൽ പി എൻ ഓഫ് എക്സ് എന്ന് വിളിച്ചിരുന്നു. ഇതിവിടെ ഒരു അഡീഷണൽ ടൈം ഉണ്ട് എം. ഓക്കെ, അഡീഷണൽ ടൈം അതിനെ അതുകൊണ്ട് പി എം എൻ ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി എം 0 ആയി എന്ത് സംഭവിക്കും നോക്കിയാൽ ഓക്കെ, എം 0 എന്ത് സംഭവിക്കും? ഓക്കെ, ഈ ടൈം അങ്ങ് പോകും. ഈ ടൈം അങ്ങ് പോയാൽ പഴയ നമ്മുടെ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ ആകുകയില്ല. ഓക്കെ, എം 0 ആണെങ്കിൽ നമ്മുടെ പഴയ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാവും. അപ്പോൾ അതുകൊണ്ടാണ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ടൈമും കൂടെ വന്നു. അതുകൊണ്ടാണ് ഇതിനെ ഈ ഇക്വേഷനെ അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഓക്കെ, എമ്മിന് ഇഷ്ടം പോലെ വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, എമ്മിന് ഇഷ്ടം പോലെ വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? ഓക്കെ, അതാണ് ഇത് പറയാൻ പോകുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ mth ഡെറിവേറ്റീവ് ഓഫ് പി എൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ ഈ പി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞൊരു പോളിനോമിയലാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ എൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 4x വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ 4 വരും. ഓക്കെ, എനിക്ക് ഇനി ഒരു ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല. എനിക്കിപ്പോൾ കോൺസ്റ്റൻ്റ് വാല്യൂ കിട്ടിയത്. ഓക്കെ, ഇനി എനിക്കൊരു ഡെറിവേറ്റീവ് കൂടെ എടുക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? പിന്നെ എനിക്ക് 0 ആയി പോകും. അടുത്ത ഡെറിവേറ്റീവ് എടുത്താൽ 0 ആയി. അപ്പോൾ എൻ എന്താണോ, എന്ത് എൻ ആകുന്നോ അത് എമ്മിനൊരു ലിമിറ്റേഷനാണ്. ഓക്കെ, എൻ എന്താകുന്നോ അത് എമ്മിനൊരു ലിമിറ്റേഷനാണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഒന്നോടെ എടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല, 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എൽ ആണെങ്കിൽ പി എൽ ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, പി എം എൽ ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ എമ്മിന് എന്തുകൊണ്ട് -L തൊട്ട് +L വരെ വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ, ക്വാണ്ടം നമ്പർ അത്തരം വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ കണ്ടീഷൻ ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇഫ് എം ഗ്രേറ്റർ ദാൻ എൻ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഡി ക്യൂബ് തേർഡ് ഡെറിവേറ്റീവ് ഓഫ് ഈ ഫംഗ്ഷൻ എടുക്കണമെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ 2 ആയിരുന്നെങ്കിൽ ഓക്കെ, ഇത് വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പി എൻ ഓഫ് എക്സ്
P2 ഇതാണോ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട, അതിൻ്റെ ഓർഡർ കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു Pmn(x) ഈക്വൽ ടു 0 ആയി പോകും. ഓക്കെ, അതായത് Pmn(x) എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് ഡെറിവേറ്റീവും കൂടെ ഉള്ളൊരു ടൈമാണ്. ഓക്കെ, അത് ഇൻറ്റു ഈ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇത് 0 ആയപ്പോയെങ്കിൽ മൊത്തം 0 ആയിപ്പോയി. പക്ഷേ m ഈക്വൽ ടു 0 ആണെങ്കിലോ P0(n) എന്ന് പറഞ്ഞാൽ Pn(x). അപ്പോൾ നമ്മുടെ ലെജൻഡർ അസോസിയേറ്റഡ് അല്ല, വെറും ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മുടെ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് m 0 ആയി പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഡെറിവേഷൻ ഒന്നും പഠിക്കാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്തേക്കാം. അടുത്തത് നമ്മളതിൻ്റെ റിക്കറൻസ് റിലേഷനാണ് കാണുന്നത്. ഓക്കെ, റിക്കറൻസ് റിലേഷൻ ഒരു 4 എണ്ണം നിങ്ങളുടെ ഇതോടൊപ്പമുള്ള ഇന്നലെ തന്നെ നോട്ട് ടെക്സ്റ്റിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റിക്കറൻസ് റിലേഷൻ ഒന്നാമത്തെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ അസോസിയേറ്റഡിൻ്റെ വരുമ്പോഴത്തേനും കുറേ ടേംസ് ഉള്ള ഒരു വലിയ ഇക്വേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, റിക്കറൻസ് റിലേഷനും പിന്നെ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇനി വരാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനും പല റിക്കറൻസ് റിലേഷൻസ് കാണും. അപ്പം നിങ്ങൾ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം ഇപ്പോൾ റിക്കറൻസ് റിലേഷൻ നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ നിങ്ങൾക്ക് 2 മെത്തേഡ്, ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, അത് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, ഒന്നെങ്കിൽ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനും, അസോസിയേറ്റഡ് അല്ല, ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനും, അല്ലെങ്കിൽ അതിൻ്റെ റിക്കറൻസ് റിലേഷനും, ലെജൻഡർ പോളിനോമിയലിൻ്റെ റിക്കറൻസ് റിലേഷൻസോ ഉപയോഗിച്ചിട്ടായിരിക്കും പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ഒരെണ്ണം മാത്രം ഇവിടെ കാണിക്കും. ഇതാണ് അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു റിക്കറൻസ് റിലേഷൻ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. ഇതാണ് ഫോം. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ റിക്കറൻസ് റിലേഷൻസിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ആദ്യമേ നമ്മൾ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെ എഴുതി. ഓക്കെ, ഇതാണ് നമ്മുടെ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി അതിനെ ലെയ്ബ്നിറ്റ്സ് തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ എക്സ്പാൻഷൻ മുമ്പേ നമ്മൾ ചെയ്ത അതേ ഫോർമാറ്റാണ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്നു, അതിനെ ഒരു 1 - x²m/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് Pmn(x) എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ മുമ്പേ കണ്ട Pmn(x) ഈ ടൈമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് m-ന് m-1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് അപ്പോൾ നമുക്ക് റിക്കറൻസ് റിലേഷൻ കിട്ടും. ഓക്കെ, ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ആ ഇക്വേഷൻ മാത്രമായാലും മനസ്സിൽ വെക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ കാണുന്ന പാരിറ്റി റിലേഷൻ ഓഫ് അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് -x കൊടുത്താൽ ആ സൊല്യൂഷൻ അതുപോലെ തന്നെ കിട്ടുമോ, ഓക്കെ, എന്നാണ് പാരിറ്റിക്കകത്ത് നോക്കുന്നത്. അപ്പോൾ Pmn(x) എന്ന് പറയുന്നത് ഈ ഫോർമാറ്റാണ് നമ്മൾ മുമ്പേ കണ്ടു. ഓക്കെ, mth ഡെറിവേറ്റീവ് ഓഫ് Pn(x) × 1 - x²m/2. ഇനി എക്സിന് -x കൊടുത്താൽ ഓക്കെ, നമ്മൾ Pn(x)ൻ്റെ പാരിറ്റി റിലേഷൻ മുമ്പേ കണ്ടിട്ടുണ്ട്. പാരിറ്റി റിലേഷൻ എന്ന് എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. Pn(x)ൻ്റെ Pn(-x) വരുന്ന ഒരു ടൈം അത് നിങ്ങൾ ക്ലാസ്സിലെടുത്ത് പറഞ്ഞില്ലെന്നു, പക്ഷേ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ അകത്തുണ്ട്. ഓക്കെ, വെറുതെ Pn(x)ൻ്റെ സ്ഥാനത്ത് -x കൊടുത്താൽ ഓക്കെ -1/n Pn(x) എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ Pn(x)ൻ്റെ കൂടെ ഒരു -1/n ഉണ്ട് ഓൾറെഡി. നമുക്ക് പാരിറ്റി റിലേഷനാണ് വേണ്ടത്.
ഇനി ഒരു എം ഫോൾഡ് ഡിഫറൻസിയേഷൻ നടത്തി കഴിയുമ്പോൾ പിന്നെ ഒരു -1 വരും. ഓക്കെ, അപ്പോൾ എന്ത് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു -1 വരും. അപ്പോൾ അതിന് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇയാളുടെ കൂട്ടത്തിൽ -1 ഉണ്ട്, പിന്നെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും വരും -1 വരും. പാരിറ്റി റിലേഷൻ നോക്കുമ്പോൾ ഓക്കെ -x ആയി കഴിയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പാരിറ്റി റിലേഷൻ ലെജൻഡർ അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയലിൻ്റെ പാരിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ Pmn of -x = -1m+n ഇൻറ്റു Pn of x ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഓർത്തോഗണാലിറ്റി. ഇപ്പോൾ ഓർത്തോഗണാലിറ്റി ഇക്വേഷൻ എങ്ങനെ വരും? -1 to +1 Pmp of x in Pmq of x dx = 2/2q + 1 q plus n factorial divided by q minus n factorial into delta of pq, chronicle delta of pq. ഓക്കെ, നമ്മൾ ഇത് അസോസിയേറ്റഡ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർത്തോഗണാലിറ്റി റിലേഷൻ. ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർത്തോഗണാലിറ്റി റിലേഷൻ നമ്മൾ ഓർക്കുന്നുണ്ട് 2/2n + 1 delta of m. ഓക്കെ, അപ്പോൾ ഇതിന് ചെറിയ വ്യത്യാസമുള്ളൂ, ടേം അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഏത് ഓർത്തോഗണാലിറ്റി റിലേഷൻ പ്രൂവ് ചെയ്യുകയാണെങ്കിലും ഫോളോ ചെയ്യേണ്ട ബേസിക് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം രണ്ട് ടേമും കൺസ്ട്രക്ട് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേമും കൺസ്ട്രക്ട് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ബേസിക് ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യമേ ഈ രണ്ട് ടേമും കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ Pm, ഇപ്പോൾ നമുക്ക് എന്താ അറിയാം, ആദ്യമേ അറിയാവുന്നത് ലെജൻഡർ പോളിനോമിയൽ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ലെജൻഡർ പോളിനോമിയൽ എന്താണെന്ന് നമുക്കറിയാം, അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ Pmn of x = -1 - x² raised to m/2 mth ഡെറിവേറ്റീവ് of Pn of x. ഇനി ഈ Pn of x കണ്ടുപിടിക്കാൻ നമ്മുടെ എളുപ്പ വഴിയുണ്ട്, കാരണം റോഡ്രിഗസ് ഫോർമുല ഓർക്കുന്നുണ്ടായിരിക്കും. Pmn of x = -1/2 raised to n factorial nth ഡെറിവേറ്റീവ് of a² - 1 raised to n. ഇനി അപ്പോൾ Pn of x-ൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ റോഡ്രിഗസ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Pn of x-ൻ്റെ സ്ഥാനത്ത് റോഡ്രിഗസ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഫോർമാറ്റ് കിട്ടി. ബാക്കിയെല്ലാം അതുപോലെ തന്നെ mth ഡെറിവേറ്റീവ് ഓഫ് റോഡ്രിഗസ് ഫോർമുല. ഓക്കെ, ഇനി ഞാൻ 1 - x² x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ 1 - x² x കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ x raised to n എന്ന് വരും, ഇവിടെ x raised to m/2 എന്ന് വരും. അതാണ് എഴുതിയിരിക്കുന്നത്. സ്ക്വയർ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ -1 raised to m/2. ഓക്കെ, നമ്മുടെ റോഡ്രിഗസ് ഫോർമുലയിൽ ഒരു nth ഡെറിവേറ്റീവ് ഓഫ് x² - 1 എന്നാണ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ Pmn of x-നകത്ത് ഒരു mth ഡെറിവേറ്റീവ് ഓഫ് Pn of x നടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ x² - 1 ആണ്, ഇവിടെ 1 - x² ആണ്. പറഞ്ഞു 1 - x²നെ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു -1 raised to n പുറത്ത് വരും. പിന്നെ ഈ ഡെറിവേറ്റീവും കൂടെ ക്ലബ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് -1 raised to m/2 m+1 ഡെറിവേറ്റീവ് of x raised to n വന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ വേരിയബിൾ ഓർത്തോഗണാലിറ്റി റിലേഷനിൽ ഞാൻ കണ്ട വേരിയബിൾ പിയും ക്യൂ ആണ്. അപ്പോൾ എന്നിന് പകരം ഞാൻ പിയും ക്യൂവും കൊടുത്തു. എന്നിട്ട് ഈ ഇക്വേഷന് പിയുടെയും m+p x raised to n പകരം x raised to p ആക്കി m+q x raised to q. അപ്പോൾ ഞാൻ പിക്കും pm ക്യൂവും കണ്ടുപിടിച്ചു. ഞാൻ പറയും ഓർത്തോഗണാലിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ട് കണ്ടുപിടിക്കലാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ കണ്ടുപിടിച്ചു. അടുത്തത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, -1 to +1 വരെ. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നോക്കുക, ഈ -1 × m/2
എം ബൈ ടു എം ബൈ ടു എം ആയിട്ട് പോകും. ഇവിടെ എക്സ് റേസ് ടു എം ബൈ ടു ഉണ്ട്, ഇവിടെ എക്സ് റേസ് ടു എം ബൈ ടു ഉണ്ട്, അത് രണ്ടും കൂടെ എക്സ് റേസ് ടു എം ആവും. ഇത് ടു റേസ് ടു പി ഉണ്ട്, ഇവിടെ ടു റേസ് ടു ക്യൂ ഉണ്ട്, പി ഫാക്ടോറിയൽ ഉണ്ട്, ക്യൂ ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, അതെല്ലാം കൂടെ ഒരുമിച്ചാവും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വരും നോക്കി. മൈനസ് വൺ റേസ് ടു എം വരും, എക്സ് റേസ് ടു എം ബൈ ടു എന്ന് പറയുന്നത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് റേസ് ടു എം ആയി. ഓക്കെ, അത് വേരിയബിളാണ്, അത് ഇൻ്റഗ്രലിനകത്ത് പോയി. ടു റേസ് ടു പി ഉണ്ട്, ടു റേസ് ടു ക്യൂ ഉണ്ട്, അപ്പോൾ ടു റേസ് ടു പി പ്ലസ് ക്യൂ എന്ന് വിളിച്ചു. പി ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ ഫാക്ടോറിയൽ പുറത്തു പോകും. ഓക്കെ, ഇനി അകത്തെ ടേംസ് എക്സ് റേസ് ടു എം ഇൻറ്റു ഈ ടേം ഇൻറ്റു ഈ ടേം, ഈ ടേം ഇൻറ്റു ഈ ടേം. ഓക്കെ ഓക്കെ, ഇനി ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഓക്കെ, പി നോട്ട് ഈക്വൽ ടു ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് നമുക്ക് ഓർത്തോഗോണാലിറ്റി റിലേഷനാണ് അറിയേണ്ടത്. ഓർത്തോഗോണാലിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും ഈക്വൽ ആയെങ്കിൽ എന്ത് സംഭവിക്കും, പിയും ക്യൂവും ഈക്വൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത്ര പറഞ്ഞാൽ മതി ഓർത്തോഗോണാലിറ്റി റിലേഷൻ്റെ അകത്ത്. അപ്പോൾ ആദ്യമേ പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് പിയും ക്യൂ ഓർത്തോഗോണാലിറ്റി റിലേഷനകത്ത് പിയും ക്യൂവും ഈക്വൽ അല്ല എന്നൊരു അസംഷനിലാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പിയും ക്യൂ ഈക്വൽ അല്ല, പി ലെസ് ദാൻ ക്യൂ ആണ് എങ്കിൽ ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇൻറ്റിഗ്രേഷൻ ബൈ പാർട്സ് വേണം. ഞാൻ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വിളിച്ചു എങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിൽ ഇപ്പോൾ ഒരു വൺ മൈനസ് ഇതെന്ന് പറഞ്ഞാൽ വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ വൺ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് പറഞ്ഞത്. എക്സ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുത്തിട്ടാണ് നമ്മൾ അസംഷനിലാണ് നമ്മൾ ഈ ഇവിടെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്ന് പറഞ്ഞു, ഇത് ഫസ്റ്റ് ഫംഗ്ഷനാണെങ്കിൽ അതിൻ്റെ അതിൽ വൺ മൈനസ് എക്സ് സ്ക്വയർ വരും. പിന്നെ നമ്മൾ മുമ്പേ പല സ്റ്റെപ്പിലും കണ്ടിട്ടുണ്ട്, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും വൺ മൈനസ് എക്സ് സ്ക്വയറിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും വൺ മൈനസ് വൺ വരുമ്പോൾ സീറോ ആയി പോകും. അപ്പോൾ എല്ലാ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ടേം അങ്ങോട്ട് സീറോ ആയി പോകും. പിന്നെ മിച്ചമുള്ളത് ഈ ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ നോട്ടിങ് ദാറ്റ് the integrated parts will vanish as long as x equal to x square minus 1. ഈ ടൈം വരുന്ന, അതായത് ഫസ്റ്റ് പാർട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 വരുന്നതുകൊണ്ട് സീറോ ആയി പോകും. അതുകൊണ്ട് മിച്ചമുള്ള പാർട്ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ മൈനസ് 1 to 1 പി എഫ് എക്സ് ഇൻറ്റു പി എം ക്യൂ എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇതെല്ലാം അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇൻറ്റഗ്രൽ സെക്കൻഡ് പാർട്ട് മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻറ്റഗ്രേറ്റിംഗ് എം പ്ലസ് ക്യൂ ടൈംസ്. ഓക്കെ, എം പ്ലസ് ക്യൂ ടൈം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഈ ഇക്വേഷനകത്ത് ഡെറിവേറ്റീവും എം പ്ലസ് ക്യൂ ടൈംസ് വരും. ഓക്കെ, ഡെറിവേറ്റീവ് എം പ്ലസ് ക്യൂ ടൈംസ് വരും. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതെൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ എം പ്ലസ് ക്യൂത്തെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ എം പ്ലസ് ക്യൂ ഡെറിവേറ്റീവ് എടുക്കണം. ഇപ്പം ഇത് ഡെറിവേറ്റീവ് ഇവിടെ എം പ്ലസ് ക്യൂ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു ക്യൂ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ടൈമിനെ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അത്ര ടൈംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, എം പ്ലസ് ക്യൂ ടൈംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ മൊത്തം അങ്ങ് പോകുമല്ലോ. ഡിഫറൻസിയേഷൻ മൊത്തം അങ്ങ് പോയി കഴിയുമ്പോൾ ഇൻറ്റു എക്സ് റേസ് ടു ക്യൂ ഡി എക്സ് എന്ന് വരും. ഇനി ഞാൻ ഈ ടൈമിനെ ലെയ്ബനിസ് തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. ഈ ടൈമിനെ ലെയ്ബനിസ് തിയറം വെച്ച്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ലെയ്ബനിസ് തിയറം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എന്ത് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് എന്ത് ഡെറിവേറ്റീവ് യു ഇൻറ്റു വി പ്ലസ് എൻ സി വൺ എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് യു ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് വി പ്ലസ് അങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഫോർമാറ്റിൽ എനിക്ക് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഓക്കെ, എം പ്ലസ് ക്യൂ ടൈംസ് ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട്
ഈ ടൈമിനെയാണ് ഞാൻ n പ്ലസ് ക്യൂത്തെ ടൈം എക്സ് റേസ് ടു ക്യൂ ഞാൻ എടുത്ത് പുറത്തിട്ടു. ഓക്കെ, ഞാൻ ഈ ഇത്രയും ടൈമിനെയാണ് ഇതിനെയാണ് ലെബനിസ് തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് കൂടെ ഇല്ലാത്തതാണ്, അപ്പോൾ അതിനടുത്ത് പുറത്തിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഫോർമാറ്റ്. ഓക്കെ, ഇനി അതിനെ എസ് ടു ക്യൂ അതുപോലെ തന്നെ കിടന്നു സമ്മേഷൻ. അപ്പോൾ സമ്മേഷൻ ആർ ഈക്വൽ ടു 0 ടു m പ്ലസ് ക്യൂ ഇങ്ങനെ വന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളെല്ലാ ടൈമിനും എക്സ്പാൻഡ് ചെയ്യുന്നില്ല, ബട്ട് ഒരു കോമൺ ഫോർമാറ്റ് NCR എന്ന് പറഞ്ഞ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ അറിയാം. ഓക്കെ, അതായത് ലെബനിസ് തിയറത്തിൻ്റെ ഓരോ എക്സ്പാൻഷൻ ടൈമും അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് NC1 NC2 അങ്ങനെയല്ലേ കോഎഫിഷ്യൻ്റ് വരുന്നത്. അപ്പോൾ അതിനെ ഞാൻ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇനി അപ്പോൾ ഇതാണ് എൻ്റെ m പ്ലസ് 2 എന്ന് പറയുന്നതാണ് എൻ്റെ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ സമ്മേഷൻ r ഈക്വൽ ടു 0 ടു m പ്ലസ് 2. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ടൈം നോക്കുക. ഓക്കെ, സമ്മേഷനാണ്. അപ്പോൾ ആറിന് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് ഇതൊരു സീരീസ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും, കുറേ ടേംസ് ഉള്ള ഒരു ടൈം ആയിരിക്കും, ഒരു ഇക്വേഷൻ ആയിരിക്കും, കാരണം സമ്മേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുക. ആദ്യമേ എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ n മൈനസ് 1 ഡെറിവേറ്റീവ് എടുത്തു. അതനുസരിച്ച് ഇവിടെ ഓരോന്ന് കൂടും. അപ്പോൾ ഇവിടെ n മൈനസ് ആർ ആണ് ഇവിടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 കുറയുന്നതനുസരിച്ച് ഇവിടെ 6 കൂടും. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, n-ൽ നിന്ന് 6 കുറയുന്നതനുസരിച്ച് അപ്പുറത്തെ ടൈമിൽ 6 കൂടും. ഇവിടെ ഡിഫറൻസിയേഷൻ കുറയും, ഡിഫറൻസിയേഷൻ്റെ ഓർഡർ കുറയും, ഇവിടെ അതിൻ്റെ ഓർഡർ കൂടും. അപ്പം അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. d റേസ് ടു m പ്ലസ് ക്യൂ മൈനസ് ആർ m പ്ലസ് ക്യൂ മൈനസ് ആർത്ത് ഡെറിവേറ്റീവ് എക്സ് റേസ് ടു m. ഇവിടെ m പ്ലസ് p പ്ലസ് ആർ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു p. ഓക്കെ, ഇനി നമ്മുടെ ഇതാണ് തൊട്ട് മുമ്പ് കണ്ട ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ എക്സ് റേസ് ടു പി എക്സ് റേസ് ടു എം, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ട് മുമ്പ് കണ്ട ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ x² - 1 ആണ്. ഇത് നോക്കുക, ഇതിൻ്റെ അകത്ത് എക്സ് ഇല്ലേ, ഈ എക്സിൻ്റെ ഏറ്റവും മാക്സിമം പവർ എന്തായിരിക്കും? ഓക്കെ, എക്സിൻ്റെ ഏറ്റവും മാക്സിമം പവർ എന്തായിരിക്കും നോക്കുക. അതായത് ഈ എക്സ് റേസ് ടു എം ചെയ്താൽ ഈ എക്സിൻ്റെ ഏറ്റവും മാക്സിമം പവർ എക്സ് റേസ് ടു 2m ആയിരിക്കും. ഓക്കെ, ഈ എക്സിൻ്റെ മാക്സിമം പവർ എക്സ് റേസ് ടു 2m ആയിരിക്കും. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കുക. ഇനി നോക്കുക, ദ മാക്സിമം പവർ ഓഫ് എക്സ് ഇൻ എക്സ് റേസ് ടു m ഈസ് 2m. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, എങ്കിൽ m പ്ലസ് ക്യൂ മൈനസ് ആർ, എങ്കിൽ m പ്ലസ് ക്യൂ മൈനസ് ആർ എന്ന് പറയുന്നത് -r 2m-ലും കുറവായിരിക്കണം. അതിൻ്റെ കാരണം എന്താ, ഞാൻ മുമ്പേ കാണിച്ചായിരുന്നു. ഒരു h² + 2x എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേം എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻ എടുത്ത് കാണിച്ചായിരുന്നു. അതായത് ഇതിൻ്റെ പവർ, ഞാനിതിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് എടുക്കുകയെന്ന് വെച്ചിട്ട് തേർഡ് ഡെറിവേറ്റീവ് എടുത്ത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ ഹയസ്റ്റ് പവറിലും കൂടിയൊരു ടേമിനെ വെച്ചാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതാകാൻ പാടില്ല. അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 2m-ലും കുറവായിരിക്കണം. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2m-ലും കുറവായിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കിട്ടും. അതായത് m പ്ലസ് ക്യൂ പ്ലസ് ആർ ഇതും 2p-ൽ കുറവായിരിക്കണം. കാരണം ഇവിടെ എക്സ് റേസ് ടു m ആയിരുന്നു, ഇവിടെ എക്സ് റേസ് ടു p ആണ്. അപ്പോൾ 2p-ലും കുറവായിരിക്കണം. ഓക്കെ, ആ രണ്ട് കണ്ടീഷൻ ഞാനിവിടെ കൊടുക്കുന്നു. m പ്ലസ് ക്യൂ മൈനസ് ആർ എന്ന് പറയുന്നത് 2m-ലും കുറവായിരിക്കണം.
എൽസ് ഡെറിവേറ്റീവ് വിൽ വാനിഷ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, അത് ഒരു എക്സ് സ്ക്വയറിന് തേർഡ് ഡെറിവേറ്റീവ് എടുത്താൽ സംഭവിക്കും, ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഓക്കെ. സിമിലർലി നമ്മൾ ആ പീരീഡ് ടൈംസ് കണ്ടായിരുന്നു എം പ്ലസ് പി പ്ലസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2p ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതായത് രണ്ടും മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന് എനിക്കൊരു ഒരു വയബിൾ സൊല്യൂഷനായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ആർ ഈക്വൽ ടു 2m മൈനസ് എം പ്ലസ് ക്യൂ എന്ന് വരും. അപ്പോൾ മൈനസ് ആർ ഈക്വൽ ടു ഇത് മൈനസ് ആർ ഈക്വൽ ടു ആണ്. അപ്പോൾ ക്യൂ മൈനസ് എം എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആർ ഈക്വൽ ടു പി മൈനസ് എം എന്ന് വരും. അതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ ഫോർ നോൺ സീറോ റിസൾട്ട്, ഒരു റിസൾട്ട് നോൺ സീറോ ആണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ മൈനസ് എമ്മോ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് എമ്മോ ആയിരിക്കണം. ഇനി പിയും ക്യൂവും, ഓക്കെ, പിയും ക്യൂ ആണല്ലോ നമ്മളുടെ പിയും ക്യൂവും പിയുമാണ് നമ്മുടെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ നമ്മൾ നോക്കുന്ന രണ്ട് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽസ്. ഓക്കെ, ഇത് രണ്ടും തുല്യമായെങ്കിൽ, ഓക്കെ, ഇതിന് രണ്ടും തുല്യമാണ്. കാരണം ഇത് രണ്ടും വേറെ വേറെ ആണെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിലൊന്ന് സീറോ ആയി പോകും. ഓക്കെ, ഒന്ന് സീറോ ആയി പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം സീറോ ആയി പോകും. അപ്പോൾ ഇത് രണ്ടും പിയും ക്യൂവും ഈക്വൽ ആയ ഒരു സിറ്റുവേഷനെ നമുക്ക് വയബിൾ ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു നോൺ സീറോ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പി ലെസ് ദാൻ ക്യൂ ആണെങ്കിലും സൊല്യൂഷൻ ഇല്ല, പി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിലും പി ഗ്രേറ്റർ ദാൻ ക്യൂ ആണെങ്കിലും സൊല്യൂഷൻ ഇല്ല. കാരണം രണ്ടും വാനിഷ് ചെയ്തു പോകും. കാരണം രണ്ടും തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് നോൺ സീറോ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒന്ന് മറ്റേതിൽ കൂടുതലാണെങ്കിൽ ഈ കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരു വാല്യൂ ഒരു ഡെറിവേറ്റീവ് സീറോ ആയി പോകും. അങ്ങനെ മൊത്തം വാല്യൂ സീറോ ആയി പോകും, മൊത്തം ടൈമും സീറോ ആയി പോകും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നോൺ സീറോ സൊല്യൂഷനാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പിയും ക്യൂ ഈക്വൽ ആയിരിക്കണം. പിയും ക്യൂ ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ പി നോട്ട് ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ നമുക്ക് ഈക്വൽ ടു സീറോ എന്ന് പറയാം. കാരണം നോൺ സീറോ സൊല്യൂഷൻ സീറോ ആയിരിക്കും. പിന്നെ ഇനി അപ്പോൾ പി ഈക്വൽ ടു ക്യൂ വരുമ്പോഴത്തേനും നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും എന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം.